നമസ്കാരം. ഞാൻ ഡോക്ടർ രാമകൃഷ്ണൻ, തൊടുപുഴ VMH ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ക്യാൻസറുകളുടെ എണ്ണം ഇന്ത്യയിൽ, ഈവൻ കേരളത്തിൽ പോലും വളരെ കൂടുതലായി വരികയാണ്. അപ്പം ക്യാൻസർ എല്ലാവർക്കും ഭീതി പടർത്തുന്ന ഒരു രോഗമാണ്. അതിപ്പോൾ WHO കണക്ക് പ്രകാരം 2050 ആകുമ്പോൾ 3 ക്യാൻസർ വരാനുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അപ്പം ഞങ്ങളുടെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റുകളുടെ ഇടയിൽ കാണപ്പെടുന്ന സാധാരണമായ ഇപ്പോൾ കൂടി വരുന്ന ഒരു ക്യാൻസറാണ് കൊളോണിക് ക്യാൻസർ. ഇപ്പോൾ എന്താണ് കൊളോണിക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, വൻകുടലിൻ്റെ അകത്ത് രൂപപ്പെടുന്ന ഒരു ക്യാൻസറാണ് കൊളോണിക് ക്യാൻസർ. ഇപ്പോൾ കേരളത്തിൽ പോലും വളരെ ഉയർന്ന തരത്തിലാണ് ഈ കൊളോണിക് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് നേരിടുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, കണ്ടുപിടിക്കപ്പെടുന്ന മിക്ക ക്യാൻസറുകളും സ്റ്റേജ് 3 സ്റ്റേജ് 4 കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റേജ് 3 സ്റ്റേജ് 4 പ്രശ്നം എന്ന് പറഞ്ഞാൽ, പേഷ്യൻസിനും ഡോക്ടേഴ്സിനും അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രോഗ്നോസിസ് വളരെ കുറവാണ്. അതായത് ഈ ക്യാൻസറിൽ നിന്നും അവർ രോഗവിമുക്തമായി പുറത്തു വരാനുള്ള സാധ്യത വളരെ കുറവാണ് സ്റ്റേജ് 4. കാരണം അറിയാലോ, സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ ക്യാൻസർ സ്പ്രെഡ് കഴിഞ്ഞിരിക്കുന്ന സ്റ്റേജാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ളത്, ഈ ക്യാൻസർ വരുന്നതിന് മുമ്പേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയാലും അവിടെയാണ് ഈ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി കയറി വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിതിനെ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് വിളിക്കുന്നത്? സ്ക്രീനിങ് ചെയ്യുക, അതായത് പേഷ്യൻസിന് എന്തെങ്കിലും രോഗലക്ഷണം വരുന്നതിന് മുമ്പേ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അവർക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുകയാണ്. ഒരു രോഗലക്ഷണവും ഉണ്ടാവില്ല, നമുക്ക് അവർക്ക് കൊളോണോസ്കോപ്പി ചെയ്യണം. എന്താണ് കൊളോണോസ്കോപ്പി? ഒരു ഫൈബർ ഓപ്റ്റിക് ട്യൂബാണ്. അതിൻ്റെ അകത്ത് ലെൻസുണ്ട്, ക്യാമറയുണ്ട്, അതിൻ്റെ അകത്ത് പിന്നെ വാട്ടർ ജെറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, എയർ പമ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ മലദ്വാരത്തിലൂടെ അകത്ത് വലിയ കുടൽ മൊത്തം പരിശോധിച്ച് തിരിച്ചു വരുന്ന ഒരു പ്രൊസീജിയറിനാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ആരൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു 45-നും 75-നും വയസ്സിനുള്ളവർ, ആ ഇടയിലുള്ളവർക്കാണ് നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ആളുകളിൽ ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഈ ക്യാൻസർ ഉണ്ടാവുന്നതിന് മുമ്പേ ഉള്ള സ്റ്റേജുകളായ പോളിപ്പുകളെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് പോളിപ്പുകൾ? അമിത വളർച്ചയായ കുടലിലെ കോശങ്ങളെയാണ് പോളിപ്പുകൾ എന്ന് വിളിക്കുക. ഈ പോളിപ്പുകൾ വളർന്നാണ് അതിൻ്റെ അകത്ത് ജനറ്റിക് മ്യൂട്ടേഷൻ വന്നാണ് അത് ക്യാൻസറായി മാറുന്നത്. പോളിപ്പുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ റിമൂവ് ചെയ്യുന്ന വഴിയിൽ ഇവ ക്യാൻസറായി മാറുന്നത് നമുക്ക് തടയിടാൻ കഴിയും. നമ്മളെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? പോളിപെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ വഴിയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഇത് തികച്ചും വേദനാരഹിതമായ ഒരു പ്രൊസീജിയറാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോശങ്ങൾ ക്യാൻസറായി മാറുന്നതാണ് തടയാൻ പറ്റുന്നത്. ഇതുകൊണ്ടാണ് സ്ക്രീനിങ് കൊളോണോസ്കോപ്പിക്ക് പല രാജ്യങ്ങളിലും വളരെ പ്രാധാന്യം നൽകുന്നത്. സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയെ പറ്റി എന്തുവിധ സംശയമുണ്ടെങ്കിലും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ VMH തൊടുപുഴയിലുള്ള ഗ്യാസ്ട്രോൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അന്വേഷിക്കാവുന്നതാണ്.